translate. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Dear Pastor Biju, Sister Suma, Sister Aida, Sister Nancy, and Sister Rega, and all believers, brothers and sisters, greeting to you all in the precious, marvelous name of our Lord Jesus Christ. Amen. Pastor Biju, Sister Suma, Sister Aida, Rekha, Auntie and everyone, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Yeah, I was listening to the first song. ഞാൻ നമ്മളിന്ന് ആരാധന പാടി ആദ്യത്തെ സോങ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴിയിൽ പാവനുകത്തിൻ തോൽവിയേറ്റ നാൾ. We remember our past, all things were gone, but God gave us, He made us the children of God. എല്ലാം പോയി പുത്രത്തിന്റെ അവകാശം ആബാ പിതാവേ നീ തന്നു. Amen. പാട്ടിലെ വരികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, എന്നാൽ അവിടെ എല്ലാം കർത്താവ് നമ്മളെ തിരികെ വന്നത് പുത്രത്വം എന്ന് പറയുന്ന അവകാശത്താൽ കർത്താവിന്റെ സ്നേഹത്തിലോട്ട് ദൈവം നമ്മളെല്ലാവരെയും തിരികെ ചേർത്തല്ലോ. How many are rejoicing that we are the children of God? എത്ര പേർ ഇന്ന് സന്തോഷിക്കുന്നുണ്ട് നമ്മൾ ദൈവ മക്കളാണെന്നുള്ള കാര്യത്തിൽ. We worship Him, like Pastor Biju was talking about worship. നമ്മുടെ ദൈവത്തെ ആരാധിക്കുകയാണ്. പാസ്റ്റർ ബിജു പറയുന്നുണ്ടായിരുന്നു ആരാധനയെ കുറിച്ച്. So when we worship, thank God, you gave the privilege as a children of God. Amen. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ വലിയ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സാവകാശം തന്നതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. Let us go deeper and deeper the relationship with our Father, Abba Father, through our Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ പിതാവായ ദൈവത്തോട് വലിയ ആഴത്തിലുള്ള ഒരു ബന്ധത്തിലോട്ട് നമുക്ക് പോകാം. That's why we always rejoice. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. So the joy of the Lord is our strength, is it? ദൈവജനങ്ങൾ പറയുന്നത് കർത്താവിന്റെ ബലമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. Then പാട്ടിന്റെ ഭാവം തോന്നി, എല്ലാ നാവും സർവ്വലോകവും യേശുനാമം ഉയർത്തിയിടവേ, ബഹുമാനവും സ്തുതിയും സ്തോത്രവും സർവ്വതും സ്വീകരിക്കാൻ യേശു യോഗ്യനെ. പാടിയതുപോലെ എല്ലാ നാവും സർവ്വലോകവും യേശുവിന്റെ നാമത്തെ ഉയർത്തും, ബഹുമാനവും സ്തുതി സ്വീകരിക്കാൻ യോഗ്യമായ നാമം അവിടുത്തെ നാമം മാത്രമാണ്. So as a children of God, we have a privilege to use that name in all occasions. അപ്പൊ ദൈവ മക്കൾ എന്ന ഒരു പദവിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കുവാനുള്ള എല്ലാ അവകാശവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. We are going to proclaim it. നമ്മൾ അതിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. Jesus said, if you are ashamed of me, I will be ashamed of you in the presence of God. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തെ പറ്റി നിങ്ങൾ ലജ്ജിക്കുകയാണെങ്കിൽ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ലജ്ജിക്കേണ്ടിയിട്ട് വരും. But thank God we are the children of God. We always herald the name of Jesus as the children of God. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നാം എപ്പോഴും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. That is the greatest privilege we have in this earth. Amen. ഈ ഭൂമി നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നതാണ്. That gives joy. അത് നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. That gives the joy in the Holy Spirit. Amen. അത് പരിശുദ്ധാത്മാവിലുള്ള വലിയ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. So God wants to enjoy that joy in Holy Spirit always in our life. ആ സന്തോഷം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആസ്വദിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Today we had a youth meeting. ഞങ്ങൾക്കൊരു യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. Around 20 people joined. ഏകദേശം 20 ആളുകൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. One attorney, one lawyer was mentioning about the relationship with God and all other relationships.
ഒരു വക്കീല് ഉണ്ടായിരുന്നു. അദ്ദേഹം ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് തന്റെ പ്രസംഗത്തിലൂടെ പരാമർശിക്കാനിടയായി. So if you make the relationship with our God as a child of God, everything can be straightened. Amen. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവ പൈതലാണ് അല്ലെങ്കിൽ ദൈവ മക്കളാണെന്ന നിലവാരത്തിൽ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും. Okay, let's read from Luke chapter 10. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. Verse 20. അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Nevertheless, do not rejoice in this, that the spirit are subjected to you, but rather rejoice because your name is written in heaven. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രയും സന്തോഷിപ്പീൻ. How many are rejoicing that your name is written in heaven? എത്ര പേര് കർത്താവ് സന്തോഷിക്കുന്നു നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നോർത്ത്? Every day we rejoice because our name is written in heaven. Amen. നമ്മൾ എല്ലാ ദിവസവും കർത്താവ് സന്തോഷിക്കേണ്ടത് ആവശ്യം, കാരണം നമ്മുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. Revelation 20:15 it says, വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. It declares, അതിങ്ങനെ പറയുന്നു, if anyone's name is not found in the book of life, he was thrown into the lake of fire. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. So since your name is written in heaven and written in the book of life, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അതോ അപ്പോൾ തന്നെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുകയാണ്. So when that happened in your life, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ you belong to Christ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. You belong to Father. നിങ്ങൾ സ്വർഗീയ പിതാവിനുള്ളവരാണ്. You belong to the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനുള്ളവരാണ്. You are the children of God. നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. That's why we sang, we are the children. പുത്രത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുക. സ്തോത്രം. Amen. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, നമ്മൾ കർത്താവിന്റെ മക്കളാണ്, പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുവല്ലോ. How many believe that the presence of God is here right now? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യം ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന്? God, Holy Spirit brings songs, Holy Spirit bring the word. He bring everything to rejoice in the Lord. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ട പാട്ടുകൾ തരുന്നു, നമുക്ക് വേണ്ട വചനത്തെ തരുന്നു, അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. The kingdom of God is at hand now. ദൈവരാജ്യം ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. Okay, let's read. You know the context. നിങ്ങൾക്ക് ആ സന്ദർഭത്തെ കുറിച്ച് അറിയാമോ? നമുക്ക് വായിക്കാം. God sent 70 out. Jesus. യേശു കർത്താവ് 70 പേരെ അയച്ചു. Verse 2, he said to them, the harvest is truly great, but the laborers are few. Therefore pray to the Lord of the harvest, send our laborers in the harvest. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വാക്യം പറയുമ്പോൾ വേല അധികമുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. Lucas chapter 10 verse 2. Chapter 10 verse 2. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാന്മാരോ തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. So here we see God, Jesus sent them. ഇവിടെ പറയുന്നു യേശു കർത്താവാണ് അവരെ അയച്ചത്. Then what he sent for a reason. കർത്താവ് അവരെ അയക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. Let's read verse 9. നമുക്ക് അതിന്റെ 9-ാമത്തെ വാക്യത്തിലോട്ട് കടന്നു വരാം. And heal the sick and say to them, the kingdom of God has come near to you. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുക, കാരണം ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും. So rejoice in the kingdom of God is at hand. കാരണം ദൈവ രാജ്യത്തോടുള്ള ബന്ധത്തിൽ നാം സന്തോഷിക്കണം, കാരണം അത് നമ്മുടെ മധ്യത്തിലുണ്ട്.
So that's why we experience deliverance. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ എപ്പോഴും അനുഭവിക്കുന്നത്. Today's topic is effective prayer and deliverance. ഇന്നത്തെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ശക്തിയുള്ള പ്രാർത്ഥനയും വിടുതലും എന്നുള്ളതാണ്. So we are the children of God. നമ്മ ദൈവത്തിന്റെ മക്കളാണ്. The kingdom of God is at hand. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. And verse 19. അതിന്റെ 19ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19. Behold, I give you the authority to trample the serpent, scorpion, all over the power of the enemy, and nothing shall by any means hurt you. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. Who is declaring to you, we are the children of God? Our Lord is declaring to you. ഈ ഒരു അധികാരം നമ്മളുടെ മേൽ തരുന്നത് ആരാണ്? നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ദൈവമാണ് ഈ അധികാരം നമ്മളുടെ മേൽ തരുന്നത്. നമ്മൾ പാടിയ പോലെ എല്ലാ നാവും സർവ്വലോകവും യേശുനാമം ഉയർത്തിയിടുവേ, ബഹുമാനവും സ്തുതിയും സ്തോത്രവും സർവ്വതും സ്വീകരിക്കാൻ യേശു യോഗ്യൻ. എല്ലാ നാമത്തിനും മേലായി ജീസസ് നെയിം. ഹു എക്സാൾട്ടഡ് ജീസസ് നെയിം? എല്ലാ നാമത്തിനും മേലാണ് യേശുനാമം. ആ നാമത്തെ ആരാണ് ഉയർത്തുന്നത്? So when I receive prayer requests from many people when we go and minister, the only thing I'm thinking, God, I'm a child of God. My name is written in the book of life. It is written in heaven. Jesus, you gave the authority, so we go. And everything has to be subdued. Even thousands or millions of devils, whatever showed up, has to subdue. ഞാൻ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ മിനിസ്ട്രിക്ക് പോകുന്ന സമയം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, അങ്ങ് തന്ന അധികാരത്തിൽ ഞാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ വരുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയം എന്ത് തന്നെയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അതെത്ര ആയിക്കോട്ടെ, ആയിരങ്ങളോ അല്ലെങ്കിൽ 10,000-ങ്ങളോ ആയ വിഷയങ്ങൾ പോലെ മുന്നിൽ വന്നാലും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒന്നുമില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പലപ്പോഴും പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ദൈവത്തോട് പറയാറുള്ളത്. So whatever come against you, whatever it may be, നമ്മളുടെ മുമ്പിൽ എന്ത് നമുക്കെതിരായിട്ട് വന്നോട്ടെ, എന്ത് നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിന്നോട്ടെ, it is your duty to discharge your power. നിങ്ങളുടെ മേലുള്ള ദൈവശക്തിയെ പുറത്തെടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. If God exalted Jesus Christ, യേശു കർത്താവിനെ പിതാവ് ഉയർത്തിയതുപോലെ we use that name for everything. ആ യേശുവിന്റെ നാമം എല്ലാറ്റിന്മേലും നിങ്ങൾക്ക് ഉയർത്തുവാൻ ഇടയായിത്തീരും. The coming days we're going to exalt Jesus' name above everything. Everything has to be subdued. ഇനിയുള്ള ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തെ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യ നാം ഉയർത്തുമെങ്കിൽ നമുക്ക് മുമ്പിൽ വരുന്ന സകല പ്രതിസന്ധികളും കീഴടങ്ങുവാൻ ഇടയായിത്തീരും. Why? The kingdom of God is at hand now. കാരണം ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. Let us read from Philippians chapter 2. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നിന്ന് വായിക്കാം. Verse 9. അതിന്റെ 9-ാമത്തെ വാക്യം. Therefore God also has highly exalted him and given him the name which is above every other name. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. It's the same thing we sang today. ഈ പാട്ട് തന്നെയല്ലേ നമ്മൾ ഇന്നും പാടിയത്? That's the same thing God put me in my heart to speak through the word. Amen. ആ കാര്യം തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്റെ ഹൃദയത്തിൽ നൽകിയത്. So as a child of God, what is our responsibility? ദൈവ പൈതൽ എന്ന നിലവാരത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? He gave the authority. ദൈവം നമുക്ക് അധികാരത്തെ തന്നിട്ടുണ്ട്. And we rejoice in that authority. അങ്ങനെ നമ്മൾ ആ അധികാരത്തിൽ സന്തോഷിക്കുകയാണ്. We don't rejoice in the ministry. നമ്മൾ ശുശ്രൂഷയിലല്ല സന്തോഷിക്കുന്നത്. We rejoice. The joy is coming from him.
നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുന്ന കാരണം ആ സന്തോഷം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. With that joy we go. ആ ഒരു സന്തോഷത്തോടെ നാം പോകുക. With that joy that your name is written in heaven. അതായത് ദൈവത്തിന്റെ ആ സ്വർഗത്തിൽ നമ്മളുടെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ നാം പോവുക. In that joy you go that your name is written in the book of life. ജീവപുസ്തകത്തിലും നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് പോകും. We don't get tired. അങ്ങനെ ആവുമ്പോൾ നാം തളർന്നു പോകത്തില്ല. So we do ministry after ministry. Sometimes the body get weak. പലപ്പോഴും നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പലപ്പോഴും ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. But the joy of the Lord never ever going to be weakened. എന്നാൽ കർത്താവിലുള്ള സന്തോഷം ഒരിക്കലും അത് നമ്മെ വിട്ടു പോകുന്നില്ല. That's why we can see in Nehemiah chapter 8:10 it says, Lord is my strength. And അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകം ചാപ്റ്റർ 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവിന്റെ ബലം എന്റെ സന്തോഷമാകുന്നു. And also we can see Psalms 28:7 it says, Lord is my strength and shield, and I trust in him and I am helped. അതുപോലെ തന്നെ സങ്കീർത്തനം 28:7 ഇങ്ങനെ പറയുന്നത്, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവനിൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. We have all help from our God. The only thing we rejoice in the Lord. നമുക്ക് ദൈവത്തിൽ നിന്ന് എല്ലാ സഹായവും നമ്മുടെ മേലുണ്ട്. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുക. Do not allow anyone to take that joy what God given as a child of God. Amen. ദൈവം തന്ന ആ സന്തോഷത്തെ ആരും അതിനെ തട്ടിയെടുക്കുവാൻ നാം അനുവദിക്കരുത്. If we have that joy, we go and we subdue. ആ സന്തോഷം നമ്മുടെ മേലുണ്ടെങ്കിൽ നാം മുന്നോട്ട് പോവുക, നമുക്ക് വരുന്ന സകലത്തെ നാം കീഴടക്കുക. So Philippians chapter 2 verse 10 and 11 we can see that the name of Jesus every knee should bow in heaven, in earth and under earth, and every tongue should confess that Jesus is Lord, the glory of Father. Amen. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അങ്ങനെ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. Today when I was ministering to the children, ഞാൻ ഇന്ന് കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് there are more than 5,000 promises in our Lord. ദൈവവചനത്തിൽ നമുക്ക് നോക്കിയിട്ടുണ്ട് ഏകദേശം 5000-ലധികം വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. For the children of God. Amen. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ Some theologians they say there are 8,810 promises. ചില വേദപണ്ഡിതർ ഇങ്ങനെ പറയുന്നത് 8810 വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു. So let us rejoice in the Lord. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. So there are so many reasons to rejoice. നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. So with that joy we go, nobody cannot stop us. ആ സന്തോഷത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയുവാനായിട്ട് ഒന്നിനും കഴിയത്തില്ല. So we come together, we worship in truth and spirit, we sing to God, we worship him, and we do all these things to have joy in place in our heart. നാം ദൈവസന്നിധിയിൽ കൂടി വരുന്നു, നാം പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഇതെല്ലാം നാം ചെയ്തു വരുന്നത് കർത്താവിലുള്ള സന്തോഷം, നമ്മളുള്ള ദൈവിക സന്തോഷം മൂലമാണ്. Faith comes by hearing the word. വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനം കേൾവിയാലാണ് വരുന്നത്. That's a joy. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. Then we speak in tongues. പിന്നീട് നാം അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നു. We build up our holy faith. അങ്ങനെ നാം നമ്മുടെ വിശുദ്ധ വിശ്വാസത്തെ നാം വീണ്ടും ദൈവസന്നിധിയിൽ അതിനെ വർദ്ധിപ്പിക്കുന്നു. Like Paul said, I speak in tongues. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. Then I speak in understanding. അങ്ങനെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. So all these things are given by God as a children of God to rejoice.
ഈ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവമക്കളെന്ന നിലയിൽ ദൈവത്തിൽ നാം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. and rejoice and do the ministry for God. അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലയെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. Now I'm going to pray now. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. And one more thing, I want to just one word, John chapter 16, verse 23. Can you read it in Malayalam? നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ന്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. How many believe that this is the day? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ ദിവസം ഇന്നാണെന്ന്? Jesus is not here. യേശു കർത്താവ് ഇവിടെ ഇല്ല. He is in heaven. അവിടുന്ന് സ്വർഗത്തിലാണ്. That's why we ask in his name. അതുകൊണ്ട് തന്നെയാണ് നാം കർത്താവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത്. Jesus said, it's better for me to go, I can send the Holy Spirit. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. Did Jesus went with Father? ജീസസ് പിതാവിന്റെ അടുത്ത് പോയില്ലേ? That's the assurance. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ്. Now in that day, this is the day we have. കർത്താവ് പറഞ്ഞ ആ ദിനം എന്ന് പറയുന്നത് ഇന്നാണ് ആ ദിനം. We are living in that day. നമ്മൾ ജീവിക്കുന്നത് ആ ദിവസത്തിലാണെന്ന്. In that day we ask in his name. ആ ദിവസമായി ഇന്ന് നാം കർത്താവിന്റെ നാമത്തിൽ ദൈവത്തോട് ചോദിക്കുന്നു. In that name God exalted his name. Now Jesus is in heaven. He is the high priest. He is seated at the right hand of the Father. ആ നാമത്തെ നമ്മൾ ചോദിക്കുമ്പോൾ പിതാവായ കർത്താവിനോട് യേശു കർത്താവ് സ്വർഗത്തിലാണ്, അവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആ കർത്താവിന്റെ നാമത്തിൽ നാം പിതാവിനോട് അപേക്ഷിക്കുന്നു. Let us lift our hands to heaven. Amen. നമുക്കെല്ലാവരും നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലോട്ട്. Hallelujah. Father, we thank you for the understanding that God, Father, you exalted Jesus' name above our name. Jesus, you are in heaven. കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അങ്ങ് ഞങ്ങൾ സത്യത്തിനായി നന്ദി. കർത്താവിന്റെ അവിടുന്ന് പിതാവിനോടൊപ്പം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ നാമം ഉയർന്നിരിക്കാതെ നന്ദി പറയുന്നപ്പാ. Jesus said, in that day. കർത്താവെ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞല്ലോ, കർത്താവെ ആ ദിവസത്തെ you ask in my name. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ. Whatever you ask in my name. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. The deliverance is here. ആ വിടുതൽ നിങ്ങളുടെ അടുക്കലുണ്ട്. That kind of prayer we are going to do it, Father. കർത്താവേ ആ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരാൻ പോകുകയപ്പോൾ. Let's pray together. But whatever problems go to your life right now, whether it's ministry, your family, whatever it may be, let it be, Father. Let it be, Father. Bring glory. In the mighty name of, in that name, everything can be subdued now. We are receiving the deliverance 100%, whether hallelujah, the family, the children, whatever it may be, all the plans of God, all the promises of God are going to be established and executed in our life, in our children, because God exalted Jesus' name. In that name, we ask you, Father. Yes, Father, today is the day of deliverance. We ask you, Father, whatever it may be, in that name, everything will be subdued now. The kingdom of God is now. We declare it is now. That's the joy. Everything is joy. Joy of the Lord, joy in Holy Spirit, life, abundance of life, book of life, everything. As the children of God, we rejoice, we rejoice, we rejoice, and we set the captive free from everything. In the mighty name of Jesus, our family is going to serve you, Father. You, Father, in the name of Jesus. Who will come against that? And we're going to serve you. We're going to minister to you, Father. Who will come against that? Everything will be subdued in the name of Jesus. All problems going to be subdued in the mighty name of Jesus. And let it stay. In that name be broken in the mighty name of Jesus. Father, we thank you. Whatever we ask in Jesus' name, you heard it.
You deliver us with that joy. We are departing. Amen and amen and amen.